പറയുമ്പോൾ ആക്ട്രസിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു. ഒരു പരിധി കൂടുതൽ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്യാമറ ഇപ്പോൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ ടാർണിഷ് ചെയ്യാനായിട്ടും എഫേർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് അച്ഛൻ ഇവിടെ എത്തിയെന്നുള്ള ആ ഒരു ഓബ്വിയസ് നേച്ചർ തന്നെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കാണാം. അത് തന്നെ അച്ഛനെ ജയിച്ചൊരു കേന്ദ്രമന്ത്രി ആവുന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു പ്രതീക്ഷ? ഇല്ല, എനിക്ക് അതൊക്കെ അച്ഛൻ്റെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനുള്ള അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടെന്നുള്ള ഒരു നിലയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും നല്ലത്. കിട്ടിയില്ലെങ്കിലും അച്ഛൻ ആ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അതൊക്കെ അച്ഛന് ചെയ്യാൻ സാധിക്കും, കേന്ദ്രമന്ത്രി ആയില്ലെങ്കിൽ കൂടിയും. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നല്ലത് ചെയ്യുമ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോൾ നിങ്ങൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യഗ്രത നിങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ, വേറെ വലിയ കാര്യം. ഒരുപാട് ട്രോൾസ് അതിനെപ്പറ്റി തന്നെ ഞാൻ ഒരുപാട് ട്രോൾസ് ഇപ്പം ഒരു പ്രമുഖ നടി തന്നെ അങ്ങനെ എടുക്കാം, തൃശ്ശൂർ എടുക്കാൻ ഇന്ത്യ കൊടുക്കുന്നൊക്കെ ചോദിച്ചൊരു ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ്, ട്രോൾസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ഇത്രയും വർഷമായില്ല ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം. പറയുമ്പോൾ ആക്ട്രസിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടേൺ ഓഫ് ഇവൻറ്റ്സ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം. പക്ഷേ അതൊന്നും നമ്മൾ ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ. അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു കോൺട്രഡിക്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു, അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട്, അതിൽ കയറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ്. പക്ഷെ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല. ഇപ്പം ഇതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു, അതിൽ നിന്നൊരു 5 കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും, എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കീറും, വലിച്ചു കീറും, ചീത്ത വിളിപ്പിക്കും, കമൻസ് ഇടും, കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും. പക്ഷെ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത്, ഇങ്ങനെയല്ല പുള്ളി പറഞ്ഞതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു നട്ടിലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ്. ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടല്ലേ ഇത്രയധികം ഒരു ഇമ്പാക്ട് ഉണ്ടായത്. കാരണം ഇതുവരെ സോഷ്യൽ മീഡിയയുടെ ഒരു കുറവ് ഈ പ്രാവശ്യം കൂടുതൽ തന്നെയായിരുന്നു എൻ്റെ അച്ഛനെ തെറി വിളിപ്പിക്കാനായിട്ടും. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ചാനൽസ് ഉണ്ടായിരുന്നില്ല, അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരുപാട് വളരെ സന്തോഷം. പക്ഷെ അവർ വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും തെറി വിളിപ്പിക്കാനുമുള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അവരവരുടെ അന്നേരത്തെ അജണ്ട ആയിരിക്കും. ഇപ്പം അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ, അച്ഛനെ ഹേർട്ട് ചെയ്ത് അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത്. ഇതൊന്നും ഒരു പുതിയ സംഭവമല്ലല്ലോ. ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെൻറ്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും. പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പം നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും. ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫേക്ക് റിയാലിറ്റിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത്രേ ഉള്ളൂ.